സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ, സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്നു പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ, നിന്നു പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് മാഗ്നി ശുശ്രൂഷ. ഇന്ന് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഞാനത് വായിക്കുന്നു. അതിന് ശൂഹ്യനായ ബിൽദാദ് ഉത്തരം പറഞ്ഞതെന്നാൽ, എത്രത്തോളം നീ ഇങ്ങനെ സംസാരിക്കും? നിൻ്റെ വായിലെ വാക്കുകൾ വൻ കാറ്റ് പോലെ ഇരിക്കും. ദൈവം ന്യായം മറിച്ചു കളയുമോ? സർവശക്തൻ നീതിയെ മറിച്ചു കളയുമോ? നിന്റെ മക്കൾ അവനോട് പാപം ചെയ്തെങ്കിൽ അവൻ അവരെ അവരുടെ അതിക്രമങ്ങൾക്ക് ഏൽപ്പിച്ചു കളഞ്ഞു. നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നേരുള്ളവനും എങ്കിൽ അവനിപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്ന് വരും. നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനത്താക്കും. നിന്റെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നും, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്വമായിരിക്കും. നീ പണ്ടത്തെ തലമുറയോട് ചോദിക്കുക, അവരുടെ പിതാക്കന്മാരുടെ അന്വേഷണ ഫലം ഗ്രഹിച്ചു കൊള്ളുക. നാം ഇന്നലെ ഉണ്ടായവരും ഒന്നും അറിയാത്തവരുമല്ലോ. ഭൂമിയിൽ നമ്മുടെ ജീവകാലം ഒരു നിഴലത്രേ. അവർ നിനക്ക് ഉപദേശം പറഞ്ഞു തരും, തങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വാക്കുകളെ പുറപ്പെടുവിക്കും. ചെളിയില്ലാതെ ഞാങ്ങണ വളരുമോ? വെള്ളമില്ലാതെ പോട്ടപ്പുല്ല് വളരുമോ? അതറിയാതെ പച്ചയായിരിക്കുമ്പോൾ തന്നെ മറ്റെല്ലാ പുല്ലിനു മുമ്പേ വാടിപ്പോകുന്നു. ദൈവത്തെ മറക്കുന്ന എല്ലാവരുടെയും പാത അങ്ങനെ തന്നെ. വഷളൻ്റെ ആശ നശിച്ചു പോകും, അവൻ്റെ ആശ്രയം അറ്റുപോകും. അവൻ്റെ ചരണം ചിലന്തി പോലെ അത്രേ. അവൻ തൻ്റെ വീടിനെ ആശ്രയിക്കും, അതോ നിലനിൽക്കയില്ല. അവൻ അതിനെ മുറുകെ പിടിക്കും, അതോ നിലനിൽക്കയില്ല. വെയിലത്ത് അവൻ പച്ചയായിരിക്കുന്നു, അവൻ്റെ ചില്ലകൾ അവൻ്റെ തോട്ടത്തിൽ പടരുന്നു. അവൻ്റെ വേര് കൽക്കുന്നിൽ പിണയുന്നു, അത് കല്ലിടുക്കിൽ ചെന്ന് പിടിക്കുന്നു. അവൻ്റെ സ്ഥലത്ത് നിന്ന് അവനെ നശിപ്പിച്ചാൽ ഞാൻ നിന്നെ കണ്ടിട്ടില്ല എന്ന് അത് അവനെ നിഷേധിക്കും. ഇത് അവൻ്റെ വഴിയുടെ സന്തോഷം. പൊടിയിൽ നിന്ന് മറ്റൊന്ന് മുളച്ചു വരും. ദൈവം നിഷ്കളങ്കനെ നിരസിക്കുകയില്ല, ദുഷ്പ്രവൃത്തിക്കാരെ താങ്ങുകയും ഇല്ല. അവൻ ഇനിയും നിൻ്റെ വായിൽ ചിരിയും നിൻ്റെ അധരങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കും. നിന്നെ പകയ്ക്കുന്നവർ ലജ്ജ ധരിക്കും, ദുഷ്ടന്മാരുടെ കൂടാരം ഇല്ലാതെ ആകും. തേമാന്യനായ എലീഫസ് 4-5 അധ്യായങ്ങളിൽ പറഞ്ഞതിന് ഇയ്യോബിൻ്റെ മറുപടി ആയിരുന്നു കഴിഞ്ഞ അധ്യായത്തിൽ നാം പഠിച്ച 6-7 അധ്യായങ്ങൾ. എന്നാൽ 8-ാം അധ്യായം മറ്റൊരാളാണ്, ശൂഹ്യനായ ബിൽദാദ്. അദ്ദേഹം പറയുന്ന വാക്കുകളാണ്. അതിൻ്റെ മുഖവുരയായി അദ്ദേഹം പറയുന്നത് 3-ാം വാക്യത്തിൽ പറഞ്ഞ ദൈവം ന്യായത്തെയും നീതിയെയും മറിച്ച് കളകയില്ല എന്നാണ്. ഇയ്യോബ് സ്വയം അവകാശപ്പെടുന്നത് പോലെ ന്യായമുള്ളവനോ നീതിമാനോ അല്ല എന്ന് സ്ഥാപിക്കുകയാണ് ബിൽദാദിൻ്റെ ലക്ഷ്യം. 4-ാം വാക്യത്തിൽ അയാൾ പറയുന്നത് ഇയ്യോബിൻ്റെ മക്കൾ കൊല്ലപ്പെട്ടത് അവരുടെ പാപം മൂലമാണ്, അവരുടെ അതിക്രമത്തിൻ്റെ ശിക്ഷയ്ക്ക് ദൈവം അവരെ ഏൽപ്പിച്ചതാണ് എന്നാണ്. 5-7 വാക്യങ്ങൾ ഇയ്യോബ് നിർമ്മലനും നേരുള്ളവനും എങ്കിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ദൈവം ഉണർന്ന് പ്രവർത്തിച്ച് എല്ലാം യഥാസ്ഥാനത്താക്കുമെന്നാണ്. ഇതുവരെ ഒന്നും യഥാസ്ഥാനത്താക്കാത്തത് ഇയ്യോബ് നിർമ്മലനും നേരുള്ളവനും അല്ല എന്നുള്ളതിന് തെളിവാണെന്നാണ് ഇയാൾ സ്ഥാപിക്കുന്നത്. 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഇദ്ദേഹം പറയുന്നത്, പോട്ടപ്പുല്ല് ആരും ചെത്താതെ തന്നെ
വാടിപ്പോകുന്നത് പോലെ ആരെങ്കിലും വാടിപ്പോകുന്നെങ്കിൽ അവർ ദൈവത്തെ മറക്കുന്ന വഷളന്മാർ ആണെന്നാണ്. അവനെ സഹായിക്കാൻ ആരും ഉണ്ടാകുകയില്ല, അതാണ് ഇയ്യോബിന് സംഭവിച്ചിരിക്കുന്നത് എന്നാണ്. 15-ാം വാക്യം പറയുന്നത്, അഭക്തൻ സ്വന്തം വീടിനെ ആശ്രയിക്കുമെങ്കിലും വീടവന് ശരണമാകുകയില്ല എന്നാണ്. 16 മുതൽ 18 വരെ വാക്യങ്ങളിൽ ഭക്തനെ ഒരു വൻ വിഷത്തോട് ഉപമിച്ചിരിക്കുകയാണ്. അതിൻ്റെ വേരുകൾ ആഴത്തിൽ ജലമുള്ള പാറക്കെട്ടുകളിലാണ്. അതിനെ വെട്ടിയാലും വീണ്ടും പൊട്ടുമുളയ്ക്കുമെന്നാണ്. ഇയ്യോബ് മുളപൊട്ടാതിരിക്കുന്നത് അഭക്തനായതുകൊണ്ടാണ് എന്ന് വരുത്താൻ ഇയാൾ ശ്രമിക്കുകയാണ്. 19 മുതൽ അവസാനം വരെയുള്ള വാക്യങ്ങളിൽ ദൈവം നിഷ്കളങ്കനെ നിരസിക്കുകയില്ല, ദുഷ്പ്രവൃത്തിക്കാരെ താങ്ങുകയില്ല എന്ന് പറയുന്നു. നിഷ്കളങ്കന് അനർത്ഥമുണ്ടായാൽ ദൈവം താങ്ങും, ഉയർത്തും എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ഇയ്യോബിൻ്റെ പാപനിമിത്തമാണ് ഈ ശിക്ഷ. എന്നാൽ ഏറ്റുപറഞ്ഞാൽ ദൈവം ക്ഷമിക്കും, ഉദ്ധരിക്കും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും ഇയ്യോബിൻ്റെ പാപനിമിത്തമുള്ള ദൈവശിക്ഷയാണ് ഈ സംഭവിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം ന്യായങ്ങൾ നിരത്തിക്കൊണ്ട് പറയാൻ ശ്രമിക്കുകയാണ്. അത് ഇയ്യോബിനെ ദുഃഖിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതും ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് പറഞ്ഞു, വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടും. തീർച്ചയായിട്ടും ദൈവം ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെ കാരണം പറയേണ്ട കാര്യം ദൈവത്തിനില്ല. പക്ഷേ ഇവിടെ ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ അതിൻ്റെ കാരണം പറയുകയാണ്. അതല്ലായിരുന്നു സത്യം എന്നുള്ളത് പിന്നീട് തെളിഞ്ഞു. ദൈവം നമ്മുടെ ജീവിതത്തിൽ തനിക്കിഷ്ടമുള്ളത് ചെയ്യുന്നു, അതിന് സ്തോത്രം. ഇയ്യോബ് പറഞ്ഞ പോലെ യഹോവ തന്നു യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. ഇയ്യോബ് ഒരിക്കലും എനിക്ക് ഒരു നല്ല കാലം വരും എന്ന് ആഗ്രഹിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്തില്ല. ഞാനൊരു ദൈവപൈതലാണ്, അവിടുത്തെ ഹിതം എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നു, കർത്താവ് തൻ്റെ ഇഷ്ടം നടത്തട്ടെ, അതുമാത്രമായിരുന്നു ഇയ്യോബിൻ്റെ ആപ്തവാക്യം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.